നമ്മളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യട്ടെ. മരിച്ചവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അരുൾ ചെയ്ത ഖനമുള്ള ഒരു വാക്കുണ്ട്. ഉമർ തങ്ങൾ പറയാണ്, ഇന്നില്ല അക്ര, എനിക്ക് ഭയങ്കര വെറുപ്പാണ് അൻ അറാ റജുല, ഒരു മനുഷ്യനെ കാണാൻ സബഹിലല ഐ ഫാരിയബ, വെറുതെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇരിക്കുക, അത്യാദി ആളുകളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിശ്വാസി എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിച്ചാൽ പിന്നെ അതിന്റെ ചേരുവയാണ് അവൻ ആക്റ്റീവ് ആവണം, കർമ്മനിരതനായിരിക്കണം, സജീവമായിരിക്കണം. വഅമിലുസ് സ്വാലിഹാത്ത്, എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസത്തെ മനോഹരമായി വിഭജിക്കും, ടൈം മാനേജിംഗ്. എന്നിട്ട് അന്നം തേടി പോകും. അള്ളാന്റെ സത്യവൈഭവത്തെ പറ്റി ആലോചിച്ചിരിക്കും. സ്വന്തത്തെ ആത്മവിചാരണ ചെയ്യും. കുറച്ച് സമയം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, ആ സമയം അള്ളാഹനെ കൊണ്ട് ഒറ്റക്കാകും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായമേറെണ്ടായിരുന്നു അബൂ ദർദ റളിയല്ലാഹു അൻഹു, വൃദ്ധവയോധികൻ. ആ സമയത്തും അദ്ദേഹം ശക്തമായ കർഷകനാണ്, കൃഷി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. തന്റെ വാർദ്ധക്യ ദശയിലും ഇത്രമേൽ ആവേശത്തോടെ കൃഷി ചെയ്യുന്നത് കാണുമ്പോ കുട്ടുകുടുംബാദികൾ, കൂട്ടുകാർ, ഉറ്റവർ, ഉടയവർ അവരൊക്കെ ചോദിക്കും, എന്തിനായി കഷ്ടപ്പെടുന്നത്? ഇതൊക്കെ മുളച്ച് പഴം കാണിച്ച് നിങ്ങൾ കഴിക്കാണ്ടാവും വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ മരിക്കാനായില്ലേ, പിന്നെന്തിനാണ് ഈ മരൊക്കെ നട്ടുപിടിച്ച് ഇത്ര ഉന്നതമായ രൂപത്തിൽ കൃഷി ചെയ്യുന്നത്? തങ്ങള് തിരിച്ചു ചോദിച്ചു, ഞാൻ മരിച്ചാൽ എന്താ? ഇത് കഴിക്കുന്നവരുടെയൊക്കെ പ്രതിഫലം എനിക്ക് കിട്ടില്ലേ? അതാണ് എനിക്ക് ഏറ്റവും നല്ലത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാം. ഇസ്ലാമികമായി നിഅ്മത്താനി, രണ്ട് അനുഗ്രഹം, സത്യത്തിൽ അത് അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹത്തിൽ പല മനുഷ്യരും വഞ്ചിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഫ്രീ ടൈം, ഒഴിഞ്ഞ സമയം കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹം, നിഅ്മത്തൊക്കെ തന്നെയാണ്. പക്ഷേ അതുമൂലം മിക്ക ജനങ്ങളും വഞ്ചിക്കപ്പെടുമേ, ചതിക്കപ്പെടുമേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞതുപോലെ ഫഇദാ ഫറഗ്ത ഫൻസബ്, ഫഇദാ ഫറഗ്ത, നീ വിരമിച്ചാൽ, ഫ എന്ന് പറഞ്ഞാൽ ആ അറേബ്യൻ അക്ഷരത്തിന്റെ മൊഴിമാറ്റം പോലും ഓൺ ദി സ്പോട്ട്, ഞൊടിയിടയിൽ, തൊട്ടുടനെ അടുത്ത പണി തുടങ്ങണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, നന്മകളിൽ വിശ്വാസികൾ മത്സരിച്ചു കൊണ്ടിരിക്കട്ടെ. ഈ ആഴ്ച കേട്ട ഒരു സന്തോഷമുള്ള വാർത്ത, ഒരു വാപ്പനോട് വന്നിട്ട് പറഞ്ഞു, അത്യാവശ്യം തിരക്കുണ്ട്, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു വാപ്പയാണ്. ഞാനും അതിനോട് പറയാണ്, ഞാനും എൻ്റെ മോളും മത്സരത്തിലാണ്. എന്തോ മത്സരം ഞാൻ ചോദിക്കും. അവ പറഞ്ഞു, ഖുർആൻ പാരായണ മത്സരം. ഞാൻ എൻ്റെ മുമ്പ് റമദാൻ തുടങ്ങിയപ്പോഴേക്ക്
എന്റെ മോള് ഖത്തം തീർത്തു, ഞാനും ഇരുന്ന് ഖത്തം തീർത്തു. വാപ്പയും മോളും ഖുർആൻ പാരായണത്തിൽ മത്സരിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അമലുകളിൽ നമ്മൾ സജീവമാകണം. തിരുത്തോഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഹദീസും കൂടെ, ഇദാ ഖാമത്തിസ്സാഅ, അന്ത്യനാൾ എത്തിക്കഴിഞ്ഞു, അന്ത്യനാൾ വന്നു. ഏതവസ്ഥയിൽ? നിങ്ങളെ കയ്യിൽ ഒരു കൈയുണ്ടെങ്കിൽ അന്ത്യനാളെത്തിയാലും അതിനെ നടണമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ വാക്കിന്റെ തൊലിയും ആഴവും നോക്കൂ. ഒരു തൈ പിടിച്ച് നിൽക്കുകയാണ്. അപ്പയാണ് അന്ത്യനാൾ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒത്ത് എല്ലാം തകർന്നില്ലേ, ഇനി എന്തെന്ന് നട്ടിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കരുത്. ആ സമയത്തും അത് നടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ സജീവാകുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഇന്നലത്തെ പരിപാടി റമദാൻ എത്തുമ്പോ, അതുപോലെ നോമ്പ് തുറ, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ സജീവാകുന്ന ഒരുപാട് അല്ലാഹുവിന് വലിയ തൗഫീഖ് കൊടുക്കട്ടെ. നമുക്ക് ഇടപെടാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. പിന്നെ ഒരാള് വർക്ക് ചെയ്യുമ്പോ അവിടെ ഇവിടൊക്കെ പോരായ്മ ഉണ്ടാവും. വർക്ക് ചെയ്യാത്തവർക്ക് അത് വിലയിരുത്തിയാൽ മതി. നമ്മളിങ്ങനെ ഗാലറിയിൽ ഇരുന്ന് കളിയെ വിലയിരുത്തുന്നവരായി പോകരുത്. ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ വർക്ക് ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ ഒരു ഹസ്ത്രം പോലെ കയറും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കണം, നല്ല നല്ല സജീവാകുന്നവരെ പുറത്തുനിന്ന് വിലയിരുത്താൻ എന്ത് സുഖാണ്. അൽ മുസ്ലിം, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്നെ കണ്ട് എന്റെ നാവിനെയും കയ്യിനെയും നിങ്ങൾ പേടിക്കണില്ലെങ്കിലാണ് ഞാനൊരു യഥാർത്ഥ മുസ്ലിം ആകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിലര് വരുമ്പോഴേക്ക് വിഷലിപ്തമായ നാവാണെന്ന് തോന്നിപ്പോകും. അവർക്ക് ഇസ്ലാമിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണിയെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് മുഴുവൻ ലില്ലാഹി വാഹിദിൽ ഖഹാർ, അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. വഅഖിറു ദഅവതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.